ഒരിക്കൽ അവളെയും കൂട്ടി ബേക്കൽ ഫോർട്ടിന്റെ ഉയരങ്ങളിലേക്ക് വളരെ പ്രയാസപ്പെട്ട് കയറുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഒരാൾ പറഞ്ഞു, വയ്യെങ്കിൽ വീട്ടിലിരുന്നാ പോരെ. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല അവന് മറുപടി കൊടുക്കാൻ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ തിരിഞ്ഞു കിടക്കുമ്പോഴും അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. കൂട്ടത്തിൽ മറ്റു ചിലരും മുഖത്തൽപ്പം സഹതാപവും വാരിത്തേച്ച് പിടിപ്പിച്ചുകൊണ്ട്. സഹതാപത്തിന് പകരം പരിഗണനയും ചേർത്ത് പിടിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയും ചിലർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ആരോഗ്യമില്ലാത്തവർ വീട്ടിലിരിക്കട്ടെ എന്ന ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ പലർക്കും. അതുകൊണ്ട് തന്നെ 4 ചുമരുകൾക്കുള്ളിൽ ഉദയാസ്തമനം മാത്രം കണ്ടുകൊണ്ട് ഭൂമിയിലെ മറ്റു നിറങ്ങളൊന്നും കാണാൻ കഴിയാതെ പല ജീവിതങ്ങളും ഒടുങ്ങിപ്പോകുന്നു. ജീവിതത്തിൽ അവളെ ഞാൻ പരിഗണിച്ച രീതി വളരെ സിമ്പിളാണ്. ഞാൻ പുറത്തുനിന്നൊരു ചായ കഴിക്കുന്നെങ്കിൽ അന്ന് അവൾക്കും ചായ പുറത്തുനിന്ന് തന്നെ. ഞാനൊരു സിനിമക്ക് തിയേറ്ററിൽ പോയാൽ വലതുവശത്തെ സീറ്റിൽ അവളും ഉണ്ടാവും. ഒരു യാത്ര പോയാൽ അവിടെ ഉണ്ടാവും. ഒരർത്ഥത്തിൽ എൻ്റെ എല്ലാത്തിൻ്റെയും പാതി അവളാണെന്ന വിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ നാളെ എന്താണെന്ന് അറിയില്ല. എന്നാൽ ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരി ആവാനുള്ള വിധിയുണ്ടെങ്കിൽ ആ വിധിയെ തട്ടി നീക്കാൻ എന്നും പ്രാർത്ഥിക്കുക. കാരണം അത് മരണത്തേക്കാൾ പ്രയാസകരമാണ്.